4 കാര്യങ്ങളിൽ നിന്ന് എപ്പോഴും അല്ലാഹുവിനോട് കാവലിനെ തേടിക്കൊണ്ടിരിക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നിരന്തരമായി കാവലിനെ തേടേണ്ട 4 കാര്യങ്ങളെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു തരികയാണ്. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറയുകയാണ്, കാന മിൻ ദുആഇ റസൂലില്ലാഹ്, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ദുആകളിൽ നിരന്തരമായി അല്ലാഹുവിനോട് ചോദിച്ചിരുന്നൊരു കാര്യമുണ്ട്. 4 കാര്യങ്ങളിൽ നിന്ന് നിരന്തരമായി അല്ലാഹുവിനോട് നബി തങ്ങൾ കാവലിനെ തേടുമായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധമായ റമദാനിന്റെ ദിനരാത്രങ്ങളാണ്, ദുആയിക്ക് ഇജാബത്തുള്ള നിമിഷങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളുടെ ദുആ സ്വീകരിക്കുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുള്ള അമൂല്യമായ പരിശുദ്ധമായ റമദാനിന്റെ ദിനങ്ങളിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോ പടച്ച തമ്പുരാനോട് കാവലിനെ തേടേണ്ട 4 കാര്യങ്ങൾ ഹബീബായ പ്രവാചകൻ ഇവിടുന്ന് പഠിപ്പിച്ചു തരികയാ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക وتحول عافيتك وفجاعة نقمتك وجميع سخطك. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് നിരന്തരമായി അല്ലാഹുവിനോട് കാവലിനെ തേടിയിരുന്നു ഈ 4 കാര്യങ്ങളിൽ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക. ഒന്നാമതായിട്ട് അല്ലാഹുവിനോട് കാവലിനെ തേടുന്നത് എന്തെന്നറിയുമോ? മിൻ സവാലി നിഅമതിക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ധാരാളം അനുഗ്രഹങ്ങൾ ചെയ്തു തന്നിട്ടുണ്ടല്ലോ. എണ്ണിയാൽ ഒടുങ്ങാത്ത അനുഗ്രഹങ്ങൾ അല്ലാഹു നമുക്ക് ചെയ്തു തന്നിട്ടുണ്ടല്ലോ. വ ഇൻ തഅദ്ദു നിഅമതല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിലൂടെ പറയുകയാണ്, വ ഇൻ തഅദ്ദു നിഅമതല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ചെയ്തു തന്നിരിക്കുന്ന അനുഗ്രഹങ്ങൾ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അല്ലാഹു ചെയ്തു തന്നിരിക്കുന്ന അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങൾ നിങ്ങൾ എന്നെ തിട്ടപ്പെടുത്താൻ ശ്രമിക്കുകയാണെങ്കിൽ അല്ലാ തുഹ്സുഹാ, അത് സാധ്യമല്ല. അല്ലാഹു നമുക്ക് ചെയ്തു തന്നിരിക്കുന്ന അനുഗ്രഹങ്ങളെ എന്നെ തിട്ടപ്പെടുത്താൻ സാധ്യമല്ലെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എത്രയോ അനുഗ്രഹങ്ങളാണ്, എണ്ണിയാലൊടുങ്ങാത്ത എത്രയോ അനുഗ്രഹങ്ങളാണ് നാം പലപ്പോഴും അനുഗ്രഹങ്ങളായി കാണുന്നത്. വലിയ വലിയ മണിസൗധങ്ങളും സുന്ദരമായ ലക്ഷറി വാഹനങ്ങളും വലിയ വലിയ വീടുകളും ഒക്കെ ഉള്ളവരെ ധാരാളം അനുഗ്രഹങ്ങൾ നൽകപ്പെട്ടവരെന്ന് നാം പറയുമ്പോ, ഈ ടൗണിലൂടെ നടന്നു പോകുന്ന സമയത്ത്, നിന്റെ വീടിന്റെ അടുക്കലൂടെ നാട്ടിലെ ടൗണിലൂടെ കടന്നു പോകുന്ന സമയത്ത്, അവിടെയുള്ള ഏതെങ്കിലും കൊട്ടാര സമാനമായ വീടിന്റെ മുന്നിലൂടെ നീ നടന്നു പോകുമ്പോ അത് കണ്ടിട്ട് നീ പറയാറുണ്ട്, എത്രയോ വലിയ അനുഗ്രഹമാണ് ആ മനുഷ്യന് ലഭിച്ചിരിക്കുന്നത്. സുന്ദരമായ വീടുണ്ടല്ലോ, സുന്ദരമായ വാഹനങ്ങളുണ്ടല്ലോ, അതൊന്നും എനിക്ക് ലഭിച്ചിട്ടില്ലല്ലോ എന്ന് പരിതപിക്കുന്ന മനുഷ്യ, ഏതെങ്കിലും ഒരു സമയത്ത് നിന്റെ ശരീരത്തെ കുറിച്ച് നീ ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അല്ലാഹു നിനക്ക് നൽകിയ ആരോഗ്യത്തെ കുറിച്ച് നീ ചിന്തിച്ചിട്ടുണ്ടോ? ഏറ്റവും വലിയ അനുഗ്രഹമാണത്. എത്രയോ അനുഗ്രഹങ്ങളാണ്. ഒന്നാമതായിട്ട് ഏറ്റവും വലിയ അനുഗ്രഹം എന്തെന്നറിയുമോ? അത് ഈമാനാണ്. അല്ലാഹു നമുക്ക് നൽകി ഈമാനാണ്, പടച്ച തമ്പുരാനിലുള്ള വിശ്വാസമാണ്. അങ്ങനെ എത്രയോ അനുഗ്രഹങ്ങളാ. അല്ലാഹു പറയുകയാണ്, ലാ തുഹ്സുഹാ, ആ അനുഗ്രഹങ്ങളൊന്നും നിങ്ങൾക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയില്ല. അത്രമേൽ വലിയ അനുഗ്രഹങ്ങൾ അല്ലാഹു നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. മഹാനായ ഇമാം ദഹബി റഹ്മത്തുള്ളാഹി തആല അലൈഹി പറയുന്നൊരു സംഭവമുണ്ട്. ഒരു വഴിയാത്രക്കാരനായ മനുഷ്യൻ തന്റെ ദീർഘദൂര യാത്രയിൽ വഴിതെറ്റിയിട്ടൊരു വിജനമായ സ്ഥലത്തെത്തുകയാ. ആരോരുമില്ലാത്ത വിജനമായ ഒരു സ്ഥലത്തേക്ക് ആ മനുഷ്യൻ എത്തിപ്പെടുകയാണ്. അവിടെ
പഴയതാ പൊളിഞ്ഞു വീറാറായ തുണി കൊണ്ട് കെട്ടിയിരിക്കുന്ന ചെറിയൊരു ടെന്റ് കാണുകയാണ്. അതിന്റെ അടുക്കലേക്ക് ഈ മനുഷ്യൻ കടന്നു ചെല്ലുകയാണ്. നോക്കുമ്പോൾ അതാ രണ്ട് കണ്ണും കാണാൻ കഴിയാത്ത, മെലിഞ്ഞൊട്ടി പടുവൃദ്ധനായ, നടക്കാൻ സാധിക്കാത്ത വയോവൃദ്ധനായ ഒരു മനുഷ്യനാ ടെന്റിലിരിക്കുകയാണ്. ഈ മനുഷ്യൻ വഴിയാത്രക്കാരൻ അദ്ദേഹത്തിന്റെ അടുക്കലോട്ട് കടന്നു ചെല്ലുമ്പോ ആ മനുഷ്യന്റെ നാവിൽ നിന്നുയരുന്ന വാക്കേതെന്നറിയുമോ? അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് الذي فضلني على كثير ممن خلق تفضيلا. വയോവൃദ്ധനായ പടുവൃദ്ധനായ, നടക്കാൻ കഴിയാത്ത, രണ്ടിന് കണ്ണിനും കാഴ്ചയില്ലാത്ത വയോവൃദ്ധനായ മനുഷ്യൻ പറയുകയാണ്, പടച്ചവനാകുന്ന സർവസ്തുതിയും മറ്റുള്ള മനുഷ്യരിൽ നിന്ന് എനിക്ക് മഹത്വം നൽകിയ, എനിക്ക് അനുഗ്രഹം നൽകിയ അല്ലാഹുവിനാകുന്ന സർവസ്തുതിയും. വഴിയാത്രക്കാരനായ മനുഷ്യൻ അത്ഭുതപ്പെട്ടുപോയി. ഒന്നും കാണാനില്ലല്ലോ, കണ്ണ് കാണുന്നില്ല, നടക്കാൻ കഴിയുന്നില്ല, കഴിക്കാനൊന്നുമില്ല, പടുവൃദ്ധനാണ്, സഹായത്തിനാരുമില്ല, നരക ജീവിതം നയിച്ചുകൊണ്ടിരിക്കുമ്പോഴും എന്തേ ഈ മനുഷ്യൻ അല്ലാഹുവിനോട് നന്ദി കാണിക്കുന്നു? എന്തേ പടച്ച തമ്പുരാനെ സ്തുതിക്കുന്നു? ആ മനുഷ്യൻ അദ്ദേഹത്തോട് ചോദിച്ചു, കാരണമെന്താ? ഈ പ്രയാസങ്ങളെല്ലാം അനുഭവിക്കുമ്പോഴും കണ്ണ് കാണുന്നില്ല, കാലും കൊണ്ട് നടക്കാൻ കഴിയുന്നില്ല, ആരോരും സഹായിക്കാനില്ലാത്ത ഈ സമയത്തും പടച്ചവനെ സ്തുതിക്കാനുള്ള കാരണമെന്തോ? ആ വയോവൃദ്ധനായ മനുഷ്യൻ പറഞ്ഞവത്രേ, എത്രയോ ആളുകളാണ്, എത്രയോ മനുഷ്യരാണ് മനോനില തെറ്റിയിട്ട് ബുദ്ധിസ്ഥിരതയില്ലാതെ ജീവിക്കുന്ന എത്രയോ ആളുകളുണ്ട്. എനിക്കൊരു പക്ഷേ കണ്ണില്ലായിരിക്കാം, കാലില്ലായിരിക്കാം, സഹായത്തിനാരുമില്ലായിരിക്കാം, കഴിക്കാനൊന്നുമില്ലായിരിക്കാം, പക്ഷേ എന്റെ മനോനിലയ്ക്ക്, ബുദ്ധിക്ക് അല്ലാഹു ഒരു കുഴപ്പവും വരുത്തിയിട്ടില്ലല്ലോ. അല്ലാഹു എന്നെ മനോനിലയ്ക്ക് യാതൊരു ബുദ്ധിമുട്ടും വരുത്തിയിട്ടില്ലല്ലോ. അതെത്രയോ വലിയ അനുഗ്രഹമാണ് എന്ന് ഓർത്തിട്ടാണ് ഞാൻ പടച്ച തമ്പുരാനെ സ്തുതിക്കുന്നതെന്ന് പറയുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തു തന്നിരിക്കുന്ന അനുഗ്രഹങ്ങൾ എണ്ണിയാലുടങ്ങാത്തതാണ്. അതിലേറ്റവും വലിയ അനുഗ്രഹമാണ് ഈമാൻ എന്നുള്ളത്. അതേപോലെ എത്രയോ അനുഗ്രഹങ്ങൾ, നല്ല വീട്, നല്ല ഭക്ഷണം, നല്ല ജോലി, സാലിഹീങ്ങളായ സന്താനങ്ങൾ, നല്ല സുന്ദരമായ ജീവിത സാഹചര്യങ്ങൾ, ഇതെല്ലാം അല്ലാഹുവിന്റെ അനുഗ്രഹമാണ്. അതുകൊണ്ട് പടച്ച തമ്പുരാനോട് ചോദിക്കണം, അല്ലാഹ് അഊദു ബിക മിൻ സവാലി നിഅമതിക. ഒന്നാമതായി അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഒന്നാമതായിട്ട് നമ്മൾ കാവലിനെ തേടേണ്ടത് പ്രവാചകൻ അവിടുന്ന് പഠിപ്പിക്കുന്നു, മിൻ സവാലി നിഅമതിക, മിൻ സവാലി നിഅമതിക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തു തന്നിരിക്കുന്ന അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങൾ നമ്മിൽ നിന്ന് എടുത്തു മാറ്റപ്പെടുന്നതിനെ, തിരിച്ചെടുക്കുന്നതിൽ നിന്ന് അല്ലാഹുവിനോട് കാവലിനെ തേടണമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, പടച്ച തമ്പുരാനോട് എപ്പോഴും അതിനെ ചോദിച്ചുകൊണ്ടിരിക്കണം. അല്ലാഹുവിനോട് എപ്പോഴും നിഅമത്തുകൾ, അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോകുന്നതിൽ നിന്ന് പടച്ച തമ്പുരാനോട് കാവലിനെ ചോദിച്ചുകൊണ്ടിരിക്കണം. അതേപോലെ തന്നെ തന്ന അനുഗ്രഹങ്ങൾക്ക് നാം നന്ദിയുള്ളവരായി മാറണം. മഹാനായ ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി തആല അലൈഹി പറയുന്നു, ഒരു മനുഷ്യൻ അല്ലാഹു അനുഗ്രഹങ്ങൾ ഇങ്ങനെ ഏറ്റി കൊടുത്തുകൊണ്ടിരിക്കും, ധാരാളം അനുഗ്രഹങ്ങൾ നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കും. ഫഇദാലം യുഷ്കർ, എന്നിട്ട് അവനെങ്ങാനും നന്ദി രേഖപ്പെടുത്താതിരിക്കുകയാണെങ്കിൽ, ആ അനുഗ്രഹങ്ങൾക്ക് നന്ദിയില്ലാതെ നന്ദി കെട്ടവനായി അവൻ മാറുകയാണെങ്കിൽ, ഖലബഹ അലൈഹ അദാബ, അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ ഒരു പരീക്ഷണമാക്കി മാറ്റുമെന്ന് മഹാനായ ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി തആല അലൈഹി. എത്രയോ മക്കളുള്ളവരുണ്ട്, ആൺകുട്ടികളുള്ളവർ. അല്ലാഹു നൽകുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് സന്താനങ്ങൾ. അതിന് നന്ദിയില്ലാതെ വരുമ്പോ, നന്ദി കാണിച്ചുകൊണ്ട് ആ മക്കളെ നല്ല രീതിയിൽ ദീനീ ബോധം നൽകാതെ വരുമ്പോ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും വലിയ നിഅമത്താകുന്ന മക്കളെ അവനക്ക് പരീക്ഷണമാക്കി മാറ്റുന്നത് നാം എവിടെയൊക്കെയോ കാണുന്നുണ്ട്, എത്രയോ സ്ഥലങ്ങളിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് ഒന്നാമതായി അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ആത്മാർത്ഥമായിട്ട് നാം ചോദിക്കണം,
ചോദിക്കേണ്ടത് മിൻ സവാലി നിഅമതിക. അല്ലാഹുവേ നീ തന്ന അനുഗ്രഹങ്ങൾ തിരിച്ചെടുക്കരുത്. അല്ലാഹുവേ നീ എനിക്ക് തന്ന അനുഗ്രഹങ്ങൾ നിന്നിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങളാണ്. ഒരു പക്ഷേ അതിനു വേണ്ട രീതിയിൽ എനിക്ക് നന്ദി രേഖപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. എങ്കിലും നിന്റെ കാരുണ്യം ഒന്ന് മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് നിന്നോട് ചോദിക്കുകയാണ് മിൻ സവാലി നിഅമതിക. ആ അനുഗ്രഹങ്ങൾ നീ തിരിച്ചെടുക്കല്ലേ അല്ലാഹ്. രണ്ട് വതഹൂലി ആഫിയതിക. എന്റെ ആഫിയത്തിനെ, ആരോഗ്യത്തെ നീ തിരിച്ചെടുക്കല്ലേ അല്ലാഹ്. എന്റെ സന്തോഷപ്രദമായ സമാധാനപരമായ യാതൊരു ബുദ്ധിമുട്ടുകളുമില്ലാത്ത, രോഗമില്ലാത്ത, വിഷമമില്ലാത്ത, സങ്കടമില്ലാത്ത, പ്രതിസന്ധികളില്ലാത്ത ഈ ജീവിതത്തെ നീ തിരിച്ചെടുക്കല്ലേ അല്ലാഹ്. എന്റെ ആഫിയത്തിനെ നീ തിരിച്ചെടുക്കല്ലേ അല്ലാഹ്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഖലീഫയായതിനു ശേഷം മദീന പള്ളിയുടെ മിമ്പറിൽ നിന്നുകൊണ്ട് പറയുകയാണ്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം ഞാൻ ഈ നിൽക്കുന്ന മദീനത്തെ പള്ളിയുടെ മിമ്പറിൽ നിന്നുകൊണ്ട് പ്രവാചകൻ അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന് ചെയ്യുന്ന ഏറ്റവും വലിയ അനുഗ്രഹം ഏതെന്നറിയുമോ? ഹബീബായ പ്രവാചകൻ അവിടുന്ന് പറഞ്ഞതായി മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറയുകയാണ്, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു, മദീനത്തെ പള്ളിയിൽ ഒരുമിച്ച് കൂടിയ സഹാബത്തിനോട് സല്ലല്ലാഹൽ അഫ്വ വൽ ആഫിയ, സല്ലല്ലാഹൽ അഫ്വ വൽ ആഫിയ. സഹാബത്ത് നിരന്തരമായിട്ട് നിങ്ങൾ അല്ലാഹുവിനോട് മാപ്പിനെയും അതേപോലെ ആഫിയത്തിനെയും ചോദിക്കണേ. അഫുവിനെ, മാപ്പിനെ ചോദിക്കണം. ചെയ്തു പോയ തിന്മകളെ മാപ്പാക്കാൻ അല്ലാഹുവിനോട് നിരന്തരം പ്രാർത്ഥിക്കണം. അതേപോലെ തന്നെ വൽ ആഫിയ, ആഫിയത്തിനെ, ആരോഗ്യത്തിന് നിങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കണം. ഫഇന്ന അഹദൻ ലം യുഅതബദൽ യഖീന ഖൈറൻ മിനൽ ആഫിയ. ഒരു മനുഷ്യന് ഈമാൻ നൽകപ്പെട്ടു കഴിഞ്ഞാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആലയിലുള്ള അടിയുറച്ച രൂഢമൂലമായ വിശ്വാസം നൽകപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് അവനക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം ഏതെന്നറിയുമോ? അത് ആഫിയത്താണ്, ആരോഗ്യമാണെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ ആഫിയത്തിനെ ചോദിക്കണമെന്ന് പ്രവാചകൻ പറഞ്ഞുവെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറഞ്ഞു തരികയാണ്, മിൻ തഹവൂലി ആഫിയ, നീ തന്ന ആഫിയത്തിനെ തിരിച്ചെടുക്കല്ലേ അല്ലാഹ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആരോഗ്യം എത്രയോ വലിയ അനുഗ്രഹമാണ്, എത്രയോ വലിയ അനുഗ്രഹമാണ്. നമ്മുടെ ചുറ്റിലും രോഗങ്ങൾ ബാധിച്ചുകൊണ്ട് ജീവിതത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, പ്രയാസപ്പെടുന്ന എത്രയോ ആളുകൾ നമ്മുടെ ചുറ്റുവട്ടത്തുമുണ്ട്, നമ്മുടെ കുടുംബത്തിലുണ്ട്, നമ്മുടെ സഹോദരങ്ങളിലുണ്ട്. ക്യാൻസറിന്റെ മാരകമായ ക്യാൻസറിന്റെ വൈറസുകൾ ശരീരത്തെ മുഴുവനും കാർന്നുതിന്നുമ്പോ വല്ലാത്ത പ്രയാസങ്ങൾ അനുഭവിച്ച RCCയിലും അമർബയിലുമായിട്ട് വല്ലാതെ പ്രയാസപ്പെടുന്ന, മരണതുല്യമായ ജീവിതം നയിക്കുന്ന എത്രയോ ആളുകളെ നമുക്കറിയാം. പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എത്രയോ രോഗികളെ നാം നിരന്തരം കാണുന്നുണ്ട്. മരുന്ന് ഒഴിക്കാൻ പോലും പൈസയില്ലാതെ മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടിയിട്ട് യാചിക്കുന്ന എത്രയോ പാവപ്പെട്ടവരെ നമുക്ക് കാണാൻ കഴിയും ഈ സമൂഹത്തിന്റെ ഇടയ്ക്ക്. അതുകൊണ്ട് പടച്ച തമ്പുരാനോട് ചോദിക്കുക, മിൻ തഹൂലി ആഫിയതിക, അല്ലാഹുവേ നീ തന്ന ആരോഗ്യത്തെ നീ തിരിച്ചെടുക്കല്ലേ അല്ലാഹ്. നീ തന്ന ആരോഗ്യത്തെ തിരിച്ചെടുക്കല്ലേ തമ്പുരാനെ. നമുക്ക് അല്ലാഹു നൽകിയ ഈമാൻ കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും വലിയ അനുഗ്രഹം നമ്മുടെ ആഫിയത്താണ്, നമ്മുടെ ആരോഗ്യമാണ്. നമ്മുടെ ശരീരത്തിനൊന്നും പ്രശ്നമില്ല, നമ്മുടെ ശരീരത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല, അസുഖങ്ങളില്ല, ബുദ്ധിമുട്ടുകളില്ല, പ്രയാസങ്ങളില്ല. അല്ലാഹുവിന്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ഈ അനുഗ്രഹം എടുത്തു മാറ്റപ്പെടുന്നതിൽ നിന്ന് പടച്ച തമ്പുരാനോട് കാവലിനെ തേടണമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മൂന്നാമതായിട്ട് പ്രവാചകൻ അവിടുന്ന് പഠിപ്പിക്കുകയാണ്, വഫുജാഅത്തി നിഖ്മതിക,
പെട്ടെന്നൊരു നിമിഷം നമ്മിലേക്ക് പടച്ച തമ്പുരാന്റെ ശിക്ഷ ഇറങ്ങുന്നതിൽ നിന്ന് അല്ലാഹുവിനോട് കാവലിനെ തേടണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് കാവലിനെ തേടണം. മിൻ ഫുജാഅതി നിഖ്മതിക, പെട്ടെന്ന് വരുന്ന അദാബിൽ നിന്ന്, ശിക്ഷയിൽ നിന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ച തമ്പുരാനോട് നമ്മൾ തെറ്റുകൾ എത്രയോ ചെയ്തു കൂട്ടുന്നുണ്ട്, എത്രയോ തിന്മകൾ ചെയ്യുന്നുണ്ട്. പടച്ചവനെ മറന്നുകൊണ്ട് ജീവിക്കുകയല്ലേ. ഹറാമുകൾ ചെയ്ത് പടച്ച തമ്പുരാനെ മറന്ന് അവന്റെ അനുഗ്രഹങ്ങളെല്ലാം തിരസ്കരിച്ച് പടച്ച തമ്പുരാനെ കുറിച്ച് യാതൊരു ചിന്തയുമില്ലാതെ ഈ ദുനിയാവിന്റെ സുഖലോലുപതയുടെ പളപളപ്പിൽ മതിമറന്ന് നാം ജീവിക്കുമ്പോ പടച്ചവനെ കുറിച്ച് നമുക്ക് ചിന്തയില്ല, മരണത്തെ കുറിച്ച് ചിന്തയില്ല, അദാബുകളെ കുറിച്ച് ചിന്തയില്ല. പടച്ച തമ്പുരാന്റെ മുമ്പിൽ പോയി നിൽക്കേണ്ടി വരുമെന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിലില്ല. അങ്ങനെ ഈ ദുനിയാവിൽ അഹങ്കാരികളായി നമ്മൾ ജീവിക്കുകയാണ്. ഏതെങ്കിലും ഒരു സമയത്ത് പടച്ച തമ്പുരാന്റെ പിടി വീണ് കഴിഞ്ഞാൽ അല്ലാഹു പറയുകയാണ്, അതിക്രമം പ്രവർത്തിച്ചു പടച്ചവനെ മതിമറന്ന്, അല്ലാഹുവിനെ മറന്നു ദുനിയാവിലും മതിമറന്ന് ജീവിക്കുന്നവന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ വെറുതെ വിടുകയാണ്. അവസാനം ബഗ്തതൻ, പെട്ടെന്ന് പടച്ച തമ്പുരാൻ ഒരു പിടിപിടിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ പാപങ്ങളേറെയാണ്, പടച്ചവനെ മറന്നുള്ള ജീവിതമാണ്. അതുകൊണ്ട് പടച്ചവനോട് എപ്പോഴും നമ്മൾ ദുആ ചെയ്യണം. അല്ലാഹ്, എന്റെ തിന്മകളുടെ പേരിൽ പെട്ടെന്നുള്ള ശിക്ഷയിൽ നിന്ന് നീ എന്നെ കാക്കണേ തമ്പുരാന്. എന്റെ പ്രവർത്തനങ്ങളുടെ പേരിൽ നീ എന്നെ ശിക്ഷിക്കല്ലേ അല്ലാഹ്. വജമീഇ സഖ്തിക, നിന്റെ കോപത്തിൽ നിന്നും നീ എന്നെ കാക്കണേ അല്ലാഹ്. പടച്ച തമ്പുരാന് തൃപ്തി ലഭിച്ചില്ലെങ്കിൽ പിന്നെ ഒന്നുമില്ലല്ലോ. അല്ലാഹുവിന്റെ തൃപ്തി ലഭിച്ചില്ലെങ്കിൽ ഇഹപരലോകത്ത് വിജയികളായി മാറുകയില്ലല്ലോ. കത്തിയാളുന്ന നരകത്തിലേക്ക് നമ്മളെ വലിച്ചെറിയപ്പെടുമല്ലോ. അതുകൊണ്ട് പടച്ച തമ്പുരാന്റെ തൃപ്തി അതിപ്രധാനമാണ്. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഹുബ്ബക വ ഹുബ്ബ മൻ യുഹിബ്ബുക. അല്ലാഹുവേ, നിന്റെ സ്നേഹമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇന്നാ നസ്അലുക റിളാക വൽ ജന്ന, നിന്റെ തൃപ്തിയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, പടച്ചവന്റെ തൃപ്തിയാണ് നാം ആഗ്രഹിക്കുന്നത്, അല്ലാഹുവിന്റെ സ്നേഹമാണ് നാം ആഗ്രഹിക്കുന്നത്. അതുണ്ടെങ്കിൽ മാത്രമാണ് വിജയികളായി മാറുക. ഇഹപരലോകത്തിന്റെ വിജയം ലഭിക്കുന്നത് പടച്ചവന്റെ തൃപ്തിയിലൂടെയാണ്. അതുകൊണ്ട് പടച്ചവനോട് നിരന്തരമായി പരിശുദ്ധമായ റമദാനിന്റെ ദിനരാത്രങ്ങളിൽ നമ്മുടെ ദുആകളിലെല്ലാം വളരെ പ്രധാനമായിട്ടുണ്ടാവേണ്ട കാര്യമേതെന്നറിയുമോ? ഈ 4 കാര്യങ്ങളിൽ നിന്നും കാവലിനെ തേടലാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക വതഹൗലി ആഫിയതിക വഫുജാഅതി നിഖ്മതിക വജമീഇ സഖ്തിക. ഈ 4 കാര്യങ്ങളിൽ നിന്ന് നിരന്തരമായി അല്ലാഹുവിനോട് കാവലിനെ തേടണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ.